കഴിഞ്ഞ ദിവസമാണ് ബഹിരാകാശത്ത് ദുർഗന്ധം വമിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത്. ഈ കാര്യങ്ങൾ നാസയുടെ കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചത് ബഹിരാകാശ നിലയിൽ അകപ്പെട്ട സുനിത വില്യംസും ബുച്ച് വിൽമറുമാണ്. അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് എയർ സ്ക്രബിംഗ് നിർദ്ദേശിച്ചത്. എന്താണ് എയർ സ്ക്രബിംഗ്? വായുവിലുള്ള ദോഷകരമായ കണങ്ങൾ, അണുക്കൾ, പദാർത്ഥങ്ങൾ എന്നിവയെ അരിച്ചു മാറ്റുന്ന സംവിധാനമാണ് എയർ സ്ക്രബിംഗ്. ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളുമായി എത്തിയ പ്രോഗ്രസ് MS-29 ബഹിരാകാശ പേടകം തുറന്നപ്പോഴാണ് ദുർഗന്ധവും പേടകത്തിൽ ജലകണികകൾ കണ്ടെത്തുകയും ചെയ്തത്. സാധാരണഗതിയിൽ 6 മാസം നിന്ന് ഭൂമിയിലേക്ക് ബഹിരാകാശത്തെ മാലിന്യങ്ങൾ കൊണ്ടുവരുന്നത് പ്രോഗ്രസ് MS-29 ആണ്. സുനിത വില്യംസിനെയും ബുച്ച് വിൽമറിനെയും തിരികെ എത്തിക്കാൻ 2025 സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്യാപ്സൂൾ അയക്കാനാണ് നാസ പദ്ധതിയിടുന്നത്. താങ്ക്